സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി. പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിൽ ഇന്ന് സുബി സൂസൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഇമ്മാനുവേൽ മെറ്റിൽസിൻ്റെയും ചിന്മയിയുടെയും കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം ചിന്മയി സ്വന്തം കവിതകൾ ചൊല്ലുന്നു. ത്രികാലങ്ങളിൽ പ്രണയം. അമ്പലക്കുളക്കടവിൽ ആൽമരച്ചോട്ടിൽ ആളൊഴിഞ്ഞ മൺവഴികളിൽ സൈക്കിൾ മണിയടികളിൽ കുപ്പിവള ഒച്ചകളിൽ പട്ടുപാവാടത്തുമ്പിൽ തട്ടിയമർന്ന കൊലുസിൻ കിലുക്കത്തിൽ അവൻ്റെ ഒളിഞ്ഞു നോട്ടങ്ങളിൽ ലജ്ജയിൽ കൂമ്പിയ അവളുടെ പുഞ്ചിരിയിൽ അമ്പലക്കുളക്കടവിൽ ആൽമരച്ചോട്ടിൽ ആളൊഴിഞ്ഞ മൺവഴികളിൽ സൈക്കിൾ മണിയടികളിൽ കുപ്പിവള ഒച്ചകളിൽ പട്ടുപാവാടത്തുമ്പിൽ തട്ടിയമർന്ന കൊലുസിൻ കിലുക്കത്തിൽ അവൻ്റെ ഒളിഞ്ഞു നോട്ടങ്ങളിൽ ലജ്ജയിൽ കൂമ്പിയ അവളുടെ പുഞ്ചിരിയിൽ ഒരു നിഴൽ, തുടുത്ത കവിളുകളും തിളക്കമാർന്ന കണ്ണുകളും ഉള്ള ഒരു നിഴൽ പ്രസരിപ്പോടെ എന്നെ നോക്കി മന്ത്രിച്ചു. ഇത് ഞാനാണ്, പ്രണയം. നഗരത്തിരക്കിലെ കായലോര വീതിയിൽ, കടൽ തീരങ്ങളിൽ, പാർക്കിൽ തലയുയർത്തി നെഞ്ചു വിരിച്ച് പൂമെത്ത വിടർത്തിയിട്ട ഗുൽമോഹർ മരച്ചുവടുകളിൽ, കൽബെഞ്ചുകളിൽ, അവരുടെ കോർത്തുപിടിച്ച കൈകളിൽ, അവൻ്റെ കുറുമ്പ് നോട്ടത്തിൽ, അവളുടെ വിറയാർന്ന അധരങ്ങളിൽ, നഗരത്തിരക്കിലെ കായലോര വീതിയിൽ, കടൽ തീരങ്ങളിൽ, പാർക്കിൽ തലയുയർത്തി നെഞ്ചുവിരിച്ച് പൂമെത്ത വിടർത്തിയിട്ട ഗുൽമോഹർ മരച്ചുവടുകളിൽ, കൽബെഞ്ചുകളിൽ, അവരുടെ കോർത്തുപിടിച്ച കൈകളിൽ, അവൻ്റെ കുറുമ്പ് നോട്ടത്തിൽ, അവളുടെ വിറയാർന്ന അധരങ്ങളിൽ. അതേ നിഴൽ അല്പം വിളറിയിട്ടുണ്ട്, എങ്കിലും കണ്ണുകളിൽ ആ തിളക്കം ചെറുപുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു, ഇത് ഞാനാണ്, പ്രണയം. അനന്തമായി നീളുന്ന സ്റ്റേറ്റ് ഹൈവേകളിൽ, ആൾത്തിരക്കില്ലാത്ത ടൗൺ ബൈപ്പാസ് റോഡുകളുടെ ഓരങ്ങളിൽ, നിർത്തിയിട്ട ബൈക്കുകളിൽ, കാറിൽ, പുകച്ചുരുളുകളിൽ, പൊടിമറയിൽ, ബിയർ പതയിൽ, അല്പവസ്ത്രധാരിണിയായ അവളുടെ കനത്തിൽ ചായം തേച്ച ചുണ്ടുകളിൽ, അവൻ്റെ കറപിടിച്ച ചിരിയിൽ, ആർത്തിപൂണ്ട ചുഴിഞ്ഞു നോട്ടങ്ങളിൽ, അനന്തമായി നീളുന്ന സ്റ്റേറ്റ് ഹൈവേകളിൽ, ആൾത്തിരക്കില്ലാത്ത ടൗൺ ബൈപ്പാസ് റോഡുകളുടെ ഓരങ്ങളിൽ, നിർത്തിയിട്ട ബൈക്കുകളിൽ, കാറിൽ, പുകച്ചുരുളുകളിൽ, പൊടിമറയിൽ, ബിയർ പതയിൽ, അല്പവസ്ത്രധാരിണിയായ അവളുടെ കനത്തിൽ ചായം തേച്ച ചുണ്ടുകളിൽ, അവൻ്റെ കറപിടിച്ച ചിരിയിൽ, ആർത്തിപൂണ്ട ചുഴിഞ്ഞു നോട്ടങ്ങളിൽ. അതാ വീണ്ടും ആ നിഴൽ ക്ഷീണിതനായി തല കുമ്പിട്ട് കണ്ണുകൾ കുഴിഞ്ഞ് വേച്ച് വേച്ച് നിശബ്ദനായി. ക്ഷീണിതനായി തല കുമ്പിട്ട് കണ്ണുകൾ കുഴിഞ്ഞ് വേച്ച് വേച്ച് നിശബ്ദനായി. അരികെയാളുന്ന കാമചിതയിലേക്ക് അവൻ നടന്നെടുത്തു. എൻ്റെ കാതിൽ ആരോ പിറുപിറുത്തു, അതവനാണ്, പ്രണയം. എൻ്റെ കാതിൽ ആരോ പിറുപിറുത്തു, അതവനാണ്, പ്രണയം. അനുരാഗ സായന്തനം. വിയർത്ത രാത്രികളിൽ നീ എന്നെ കാമിക്കുമ്പോൾ നിന്റെ കിതപ്പുകൾക്ക് കാതോർക്കാതെ എൻ്റെ ചിന്തകൾ യാത്ര പോയിരുന്നു. മൺസൂൺ മഴത്തുള്ളികൾ കായലോളങ്ങളെ ചുംബിക്കും വൈകുന്നേരങ്ങളിലേക്ക്. മൺസൂൺ മഴത്തുള്ളികൾ കായലോളങ്ങളെ ചുംബിക്കും വൈകുന്നേരങ്ങളിലേക്ക്. മുളംതണ്ടുകൾ പാകിയ മേശയ്ക്കിരുവശവും നമ്മളിരിക്കണം. ചൂടുചായയൂതും നേരം കണ്ണടയ്ക്കുള്ളിൽ നാണിച്ചിരിക്കും നിന്റെ കണ്ണുകളിലെ സ്വപ്നങ്ങളെ എനിക്ക് വായിച്ചെടുക്കണം. അതിഥിയായി വന്ന കായൽക്കാറ്റിൽ ഇളകുമെൻ മുടിയിഴകളെ ഒളിനോട്ടങ്ങൾ കൊണ്ടു നീ താലോലിക്കണം. മുളംതണ്ടുകൾ പാകിയ മേശയ്ക്കിരുവശവും നമ്മളിരിക്കണം. ചൂടുചായയൂതും നേരം കണ്ണടയ്ക്കുള്ളിൽ നാണിച്ചിരിക്കും നിന്റെ കണ്ണുകളിലെ സ്വപ്നങ്ങളെ എനിക്ക് വായിച്ചെടുക്കണം. അതിഥിയായി വന്ന കായൽക്കാറ്റിൽ ഇളകുമൻ മുടിയിഴകളെ ഒളിനോട്ടങ്ങൾ കൊണ്ടു നീ താലോലിക്കണം. മഴയേറ്റു വീണു പാതി മണ്ണിൽ അലിഞ്ഞ ഗുൽമോഹർ പൂവിതളുകളെ നോവിക്കാതെ മൃദു ചുവടുകളാൽ നിന്റെയൊപ്പമൊന്നു നടക്കണം. അലസമായി വീശിയൊതുക്കിയ എൻ്റെ സാരിത്തലപ്പിലെ അനുരാഗഗന്ധം
നിന്റെ കവിളിലെ കുറ്റിരോമങ്ങളെ തലോടി ആ വിരിമാറിലൂടൊഴുകിയിറങ്ങണം. മഴയേറ്റു വീണു പാതിമണ്ണിലലിഞ്ഞ ഗുൽമോഹർ പൂവിതളുകളെ നോവിക്കാതെ മൃദുചുവടുകളാൽ നിന്റെയൊപ്പമൊന്നു നടക്കണം. അലസമായി വീശിയൊതുക്കിയ എൻ്റെ സാരിത്തലപ്പിലെ അനുരാഗഗന്ധം നിന്റെ കവിളിലെ കുറ്റിരോമങ്ങളെ തലോടി ആ വിരിമാറിലൂടൊഴുകിയിറങ്ങണം. അറിയാതെയെന്നപോൽ നമ്മുടെ കൈത്തണ്ടകളൊന്നു കൂട്ടിയുരുമണം. അറിയാതെയെന്നപോൽ നമ്മുടെ കൈത്തണ്ടകളൊന്നു കൂട്ടിയുരുമണം. നിന്റെ കുറുമ്പു വാക്കുകളെൻ്റെ നുണക്കുഴികളിൽ ചിരി നിറയ്ക്കണം. നിന്റെ കുറുമ്പു വാക്കുകളെൻ്റെ നുണക്കുഴികളിൽ ചിരി നിറയ്ക്കണം. നാം ഇരുവരും ചക്രവാളച്ചുവപ്പിൽ അലിഞ്ഞു തീരുവോളം നേർത്തതായി മാറണം. നാം ഇരുവരും ചക്രവാളച്ചുവപ്പിൽ അലിഞ്ഞു തീരുവോളം നേർത്തതായി മാറണം. ഏകാന്തതയുടെ അധ്യാപകൻ. ഞാനൊരു കൂമ്പിയ പൂമൊട്ടും നീ എന്നെ ഉണർത്തിയ മഞ്ഞുതുള്ളിയുമായി പ്രണയിച്ചു തീർന്ന നാളുകൾ. കൈവിട്ടുപോയി കാലമേറെ കഴിഞ്ഞാണ് എനിക്കൊരു പുസ്തകം കളഞ്ഞു കിട്ടിയത്. മഞ്ഞച്ച താളുകളിൽ നോക്കിയ ഞാൻ കണ്ടു എന്നെ തന്നെ. ഞാനൊരു കൂമ്പിയ പൂമൊട്ടും നീ എന്നെ ഉണർത്തിയ മഞ്ഞുതുള്ളിയുമായി പ്രണയിച്ചു തീർന്ന നാളുകൾ. കൈവിട്ടുപോയി കാലമേറെ കഴിഞ്ഞാണ് എനിക്കൊരു പുസ്തകം കളഞ്ഞു കിട്ടിയത്. മഞ്ഞച്ച താളുകളിൽ നോക്കിയ ഞാൻ കണ്ടു എന്നെ തന്നെ. ഞാനൊരു കൂമ്പിയ പൂമൊട്ടും നീ എന്നെ ഉണർത്തിയ മഞ്ഞുതുള്ളിയുമായി പ്രണയിച്ചു തീർന്ന നാളുകൾ. കൈവിട്ടുപോയി കാലമേറെ കഴിഞ്ഞാണ് എനിക്കൊരു പുസ്തകം കളഞ്ഞു കിട്ടിയത്. മഞ്ഞച്ച താളുകളിൽ നോക്കിയ ഞാൻ കണ്ടു എന്നെ തന്നെ. അധ്യാപകനായിരുന്നു ഞാൻ. എന്നോട് തന്നെ ചിരിക്കാൻ, എന്നോട് തന്നെ കലഹിക്കാൻ, എന്നെ തന്നെ പ്രണയിക്കാൻ, എൻ്റെ മാത്രം ഞാനായി എന്നെ മാറ്റിയെടുത്ത ഏകാന്തതയുടെ അധ്യാപകൻ. അധ്യാപകനായിരുന്നു ഞാൻ. എന്നോട് തന്നെ ചിരിക്കാൻ, എന്നോട് തന്നെ കലഹിക്കാൻ, എന്നെ തന്നെ പ്രണയിക്കാൻ, എൻ്റെ മാത്രം ഞാനായി എന്നെ മാറ്റിയെടുത്ത ഏകാന്തതയുടെ അധ്യാപകൻ. ശൂന്യമായി ശേഷിച്ച താളുകളിൽ എഴുതി ചേർത്ത് ഞാൻ പിന്നെയും ഏറെ തിരിച്ചറിവുകൾ. ശൂന്യമായി ശേഷിച്ച താളുകളിൽ എഴുതി ചേർത്ത് ഞാൻ പിന്നെയും ഏറെ തിരിച്ചറിവുകൾ. നിന്റെ മിഴികളേക്കാൾ അഗാധ നീലിമ സമുദ്രത്തിനു തന്നെയെന്ന്, നിന്റെ ചിരിയേക്കാൾ ശ്രവണസുന്ദരം കുഞ്ഞിളം കിളിയുടെ കുറുകലെന്ന്. നിന്റെ മിഴികളേക്കാൾ അഗാധ നീലിമ സമുദ്രത്തിനു തന്നെയെന്ന്, നിന്റെ ചിരിയേക്കാൾ ശ്രവണസുന്ദരം കുഞ്ഞിളം കിളിയുടെ കുറുകലെന്ന്. നിന്റെ കവിൾത്തടങ്ങളേക്കാൾ മൃദുലം മുല്ലപ്പൂ വിതളുകളെന്ന്. നിന്റെ നീളൻ മുടിയിഴകളേക്കാൾ ഭംഗി മഞ്ഞിലലിയും നൂൽമഴത്തുള്ളികൾക്കെന്ന്. നിന്റെ കവിൾത്തടങ്ങളേക്കാൾ മൃദുലം മുല്ലപ്പൂ വിതളുകളെന്ന്. നിന്റെ നീളൻ മുടിയിഴകളേക്കാൾ ഭംഗി മഞ്ഞിലലിയും നൂൽമഴത്തുള്ളികൾക്കെന്ന്. നിന്റെ വിയർപ്പിനേക്കാൾ അനുരാഗഗന്ധം മഴയേറ്റുണർന്ന പുതുമണ്ണിനെന്ന്. നമ്മുടെ പ്രണയരാവുകളേക്കാൾ എനിക്കിഷ്ടമെന്ന് ഏകാന്തമായെൻ്റെ സന്ധികളെന്ന്. നിന്റെ വിയർപ്പിനേക്കാൾ അനുരാഗഗന്ധം മഴയേറ്റുണർന്ന പുതുമണ്ണിനെന്ന്. നമ്മുടെ പ്രണയരാവുകളേക്കാൾ എനിക്കിഷ്ടമെന്ന് ഏകാന്തമായെൻ്റെ സന്ധികളെന്ന്. നിന്നേക്കാൾ ലഹരി ഏകാന്തതയ്ക്കെന്ന്. നിന്നേക്കാൾ ലഹരി ഏകാന്തതയ്ക്കെന്ന്. അതെ, അധ്യാപകനായിരുന്നു ഞാൻ. എന്നെ മാറ്റിയെടുത്ത ഏകാന്തതയുടെ അധ്യാപകൻ. ചിന്മയി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സുബി സൂസന്റെ കഥ കേൾക്കാം. നഷ്ടവസന്തം. അമ്മയ്ക്ക് ഒരു കത്തുണ്ടെന്ന് പോസ്റ്റ്മാൻ പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. അമ്മയ്ക്ക് ഒരു കത്ത് വന്നത് എൻ്റെ ഓർമ്മയിൽ പോലുമില്ലല്ലോ എന്നോർത്തു. എന്തായാലും തുറന്നു നോക്കാം. കത്ത് റീഡയറക്റ്റ് ചെയ്തു വന്നതാണ്. അമ്മയുടെ ബാല്യകാല അഡ്രസ്സിൽ വന്ന കത്ത്. ഇന്ദിരാദേവി MK, കെയർ ഓഫ് PM കരുണാകരൻ, മുളങ്കാവനം വീട്, തോട്ടുവ PO, എറണാകുളം ഡിസ്ട്രിക്റ്റ്. ആ വീട്ടിലിപ്പോൾ അമ്മാവൻ്റെ മകൾ രേവതിയും കുടുംബവുമാണ് താമസം. അവർ കത്ത് ഇവിടേക്ക് തിരിച്ചു വിട്ടതുകൊണ്ട് നഷ്ടപ്പെടാതെ എൻ്റെ കയ്യിൽ തന്നെ കിട്ടി. ആകാംക്ഷയോടെ കത്ത് തുറന്നു. അല്പം കൈവിറയലോടെ എഴുതിയത് എന്ന് സ്പഷ്ടം. ഞാൻ വരികൾക്കിടയിലൂടെ കണ്ണോടിച്ചു. പ്രിയപ്പെട്ട ഇന്ദിരേ, നിങ്ങൾ തോട്ടുവയിലുണ്ടാകും എന്നുള്ള ഒരു വിചാരത്തിലാണ് ഈ കത്തെഴുതുന്നത്. ഞാൻ സാംകുട്ടി. ഓർമ്മപ്പെടുത്തണമോ എന്നറിയില്ല. അതിരുവക്ക് വീട്ടിലെ പ്രേമയുടെ ചേട്ടൻ സാംകുട്ടി ജോസഫ്. നമ്മൾ ഒരു സ്കൂളിലാണ് പഠിച്ചത്.
പിന്നീട് നിങ്ങൾ പഠിത്തം നിർത്തി വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞു. ഞാൻ അധ്യാപക വൃത്തിയിലേക്കും തിരിഞ്ഞു. വിവാഹമൊന്നും കഴിക്കാൻ തരപ്പെട്ടില്ല. ഒറ്റയ്ക്കാണ്. അസുഖങ്ങളൊക്കെയായി തനിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. നിങ്ങളെ ഒരിക്കൽ കൂടി കാണണമെന്നുണ്ട്. ആരെയെങ്കിലും കൂട്ടി ഇത്രയിടം വരെ വരുമോ? മരണം കാത്തുകിടക്കുന്ന ഒരു രോഗിയുടെ അവസാന ആഗ്രഹം എന്ന് കരുതിയാൽ മതി. വരുമെന്ന പ്രതീക്ഷയോടെ സാംകുട്ടി ജോസഫ്. താഴെ അഡ്രസ്സും ഫോൺ നമ്പറും വെച്ചിട്ടുണ്ട്. ഈ സാംകുട്ടി ആരായിരിക്കും? ഇങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടറിവ് പോലുമില്ല. ഒരുമിച്ച് പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു അവസാന ആഗ്രഹമുണ്ടാകുമോ? പണ്ട് കാലത്ത് അമ്മയുടെ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് കരുതാം. എന്തായാലും പോകണം. മനസ്സ് അങ്ങനെ പറയുന്നു. ഫോണിൽ വിളിച്ച് സമയം നിശ്ചയിച്ചു. അമ്മയെപ്പറ്റി ഒന്നും ചോദിച്ചില്ല, പറഞ്ഞതുമില്ല. രണ്ടുപേരും മനഃപൂർവ്വം ആ ചോദ്യവും ഉത്തരവും ഒഴിവാക്കിയതാവാം. 1 മണിക്കൂറിന് മേലെയുള്ള യാത്ര. നിറം മങ്ങിയ ഒരു വീടിന് മുൻപിലെത്തുമ്പോൾ ഉച്ച കഴിഞ്ഞ് സൂര്യൻ പതിയെ മയങ്ങി തുടങ്ങിയിരുന്നു. തീർത്തും അവശനായ ഒരു മധ്യവയസ്കൻ ആയിരുന്നു സാംകുട്ടി എന്ന് പരിചയപ്പെടുത്തിയ ആൾ. കട്ടിലിൽ ചാരിവെച്ച തലയിണയിൽ ചാഞ്ഞു കിടന്നിരുന്ന അയാളുടെ അരികിലായി ഇട്ടിരുന്ന തടിക്കസേരയിൽ ഞാൻ ഇരുന്നു. കയ്യിൽ കരുതിയ പഴങ്ങൾ അടങ്ങിയ പൊതി മേശമേൽ വെച്ചു. ഇന്ദിരയുടെ മകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തി. അയാളുടെ ചലനങ്ങളെ ഞാൻ സാഗൂതം വീക്ഷിച്ചു. കഷണ്ടി കയറിയ തലയും കുറ്റിരോമങ്ങൾ നിറഞ്ഞ മുഖവും, കഥനഭാരം ചുമന്ന് കരുവാളിച്ച നെറ്റിയും കൺതടങ്ങളും, ശൂന്യത തളം കെട്ടി നിൽക്കുന്ന കണ്ണുകൾ. എങ്ങനെ തുടങ്ങണം എന്നുള്ള ആലോചനയിൽ അയാൾ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു. എൻ്റെ കണ്ണുകളെ നേരിടാനുള്ള വിമുഖതയോടെ പിണച്ചു വെച്ചിരിക്കുന്ന സ്വന്തം വിരലുകളിൽ മിഴികൾ കോർത്തു. മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നിമറയുന്നു. ഒടുവിൽ അയാൾ സംസാരിക്കാൻ ആരംഭിച്ചു. എനിക്ക് ലങ് ക്യാൻസറാണ്, 4th സ്റ്റേജ്. ഇനി രക്ഷപ്പെടില്ല. ഇങ്ങനെ തനിച്ചു കിടക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എൻ്റെ അനുജത്തി പ്രേമയുടെ സഹപാഠിയായിരുന്നു ഇന്ദിര, എൻ്റെ കൂട്ടുകാരിയും. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാണണം, അത്രമാത്രം. അമ്മയ്ക്ക് വരാൻ തരപ്പെട്ടില്ല, ചില ആരോഗ്യ പ്രശ്നങ്ങൾ. ഞാൻ ജാള്യതയോടെ പറഞ്ഞു. സാരമില്ല, മകനെ കണ്ടല്ലോ, അത് തന്നെ സന്തോഷം. അവരുടെ അസുഖം മാറുമ്പോൾ കൊണ്ടുവരൂ, അധികം ദൂരത്തല്ലല്ലോ. അടുത്ത ചായക്കടയിൽ നിന്ന് ഒരു പയ്യൻ ചായയും പഴംപൊരിയും കൊണ്ടുവന്ന് മേശമേൽ വെച്ചു. ഇങ്ങനെ ഒരു കടയുള്ളതുകൊണ്ട് പട്ടിണിയില്ല. അയാൾ ചിരിച്ചു. വീണ്ടും ഞങ്ങൾക്കിടയിൽ മൗനം കനത്തു. എപ്പോഴോ ഒരു ദീർഘശ്വാസത്തോടെ അയാൾ പറഞ്ഞു തുടങ്ങി. ഒരു മകനോട് പറയാൻ പാടുള്ളതാണോ എന്നറിയില്ല. ഞങ്ങൾ ഒരു ആത്മാവ് പോലെ കഴിഞ്ഞവരാണ്, സ്നേഹിച്ചതാണ്, ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നീ ഞങ്ങൾക്കുണ്ടാകേണ്ട കുഞ്ഞാണ്. ശ്വാസതടസ്സം കൊണ്ട് വാക്കുകൾ നേർത്തു. അല്പസമയത്തിന് ശേഷം ഒരു ഇടർച്ചയോടെ അയാൾ തുടർന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ എല്ലാം ഒരു തമാശ. ഇയാൾ അവരെ കൂട്ടിക്കൊണ്ടുവരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കുറേ നാളായി ആഗ്രഹിക്കുന്നു. ഭർത്താവും കുട്ടികളുമൊക്കെയായിട്ട് കഴിയുമ്പോൾ ഞാനായിട്ട് എന്തിനാ ഒരു ഇടങ്ങേറുണ്ടാക്കുന്നത് എന്നോർത്ത് മടിച്ചു. ഇനിയിപ്പോൾ അവസാന കാലമായി എന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് അറിയാവുന്ന പഴയ വിലാസത്തിൽ ഒരു കത്തെഴുതാമെന്ന് വിചാരിച്ചത്. നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. അല്ലെങ്കിലും എനിക്കിനി എന്ത് പ്രതീക്ഷ? സാരമില്ല, തിരികെ ചെല്ലുമ്പോൾ എൻ്റെ സ്നേഹം മാത്രം അറിയിക്കുക. നിങ്ങൾ പിരിയാൻ എന്താണ് കാരണം? മടിച്ചു ഞാൻ ചോദിച്ചു. ജാതി വ്യത്യാസം തന്നെ, മതം മാറില്ലെന്ന് അവൾ ആദ്യമേ തന്നെ ഉറച്ച നിലപാട് എടുത്തിരുന്നു. ഞാനും അതേ നിലപാടിൽ തന്നെയായിരുന്നു. അവരവരുടെ വിശ്വാസങ്ങളിൽ ജീവിതാവസാനം വരെ തുടരുക. അവളുടെ വീട്ടിൽ വിവാഹാലോചനകൾ വരുന്ന സമയം. അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നായപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അന്നത്തെ പക്വതയില്ലാത്ത പ്രായമാണല്ലോ. സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് കൂട്ടുകാർ മാത്രം. അവർ എല്ലാം തയ്യാറാക്കി. അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി രജിസ്റ്റർ ഓഫീസിലെത്തി. പക്ഷേ എനിക്ക് സമയത്ത് എത്താൻ പറ്റിയില്ല. അമ്മയോട് പറഞ്ഞിട്ട് അനുവാദം വാങ്ങി ഇറങ്ങാമെന്ന എൻ്റെ തീരുമാനം തെറ്റായിപ്പോയി. ഒരു നിമിഷാർത്ഥത്തിൽ തോന്നിയ മണ്ടത്തരം. ഇന്ദിരയെ മതം മാറ്റണമെന്നും പള്ളിയിൽ വെച്ച് വിവാഹം നടത്തിയില്ലെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി. അങ്ങനെ ചെയ്യാൻ വേണ്ടി മുറി അടച്ച് കുറ്റിയിട്ടു. ഫാനിൻ്റെ കൊളുത്തിൽ സാരി കെട്ടുകയും ചെയ്തു. ഞാൻ തീർത്തും നിസ്സഹായനായിപ്പോയി. അയാളൊന്ന് തേങ്ങി. ഞാൻ ഓർമ്മിക്കുന്നു, എൻ്റെ അമ്മ ഗുരുവായൂരപ്പൻ്റെ ഒരു തികഞ്ഞ ഭക്തയായിരുന്നു. ആ ശരണത്തിൽ നിന്ന് വിട്ടുപോകാൻ അവർ ഒരിക്കലും തുനിയുകയില്ല. അയാൾ തുടർന്നു. ഇന്ദിരയെ വിവാഹം കഴിക്കില്ലെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. ആ വാക്ക് ഞാൻ പാലിച്ചു. പക്ഷെ മറ്റൊരു വിവാഹം വേണ്ടെന്ന് വെച്ചു.
ഞാൻ ഇന്ദിരയെ മനസ്സാ വരിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ആ കണ്ണുകൾ തിളങ്ങി. അന്നത്തെ പ്രണയിനിയെ മുൻപിൽ കാണുന്നത് പോലെ ആ മുഖം പ്രകാശിച്ചു. കാലം കടന്നുപോയപ്പോൾ എൻ്റെ അമ്മ പശ്ചാത്തപിച്ചു. പക്ഷെ എന്ത് കാര്യം? ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കായി പിരിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇന്ദിരയെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കെൻ്റെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെട്ടത്. സ്വരം താഴ്ത്തി വിങ്ങുന്ന മനസ്സോടെ അയാൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കണ്ടിട്ടേയില്ല. അയാളുടെ കണ്ണിൽ നിന്നും ഒഴുകുന്നത് കണ്ണുനീരല്ലെന്ന് എനിക്ക് തോന്നി. ഇത്രയും നാൾ അടക്കി വെച്ച വേദനയും ആത്മനിന്ദയും തിളയ്ക്കുന്ന ലാവയായി ആ ഹൃദയത്തിൽ നിന്നും ഉരുകി ഒലിച്ചു വീണു. സ്വയം ന്യായീകരണത്തിന് മുതിരാതെ, വിധിയെ പഴിക്കാതെ ജീവിതം എങ്ങനെയോ ജീവിച്ചു തീർത്ത ആ സാധു മനുഷ്യൻ്റെ മുമ്പാകെ ഞാൻ മനസ്സാൽ സാഷ്ടാംഗം കുമ്പിട്ടു. തിരിച്ചു പോരാൻ തുനിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ വലത്ത് കൈപ്പടം അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയായിരുന്നു. വിയർപ്പിലും കണ്ണീരിലും പെട്ട് അവ കുതിർന്നിരുന്നു. അയാൾ ബന്ധപ്പെട്ട് കട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ കൈ കൊടുത്ത് ഞാൻ സഹായിച്ചു. എന്തുകൊണ്ടോ അയാളോട് ഒരു പ്രത്യേക സ്നേഹം തോന്നി. എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അയാളെ ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നെനിക്ക് മനസ്സിലായി. എന്നെ ശപിക്കരുതെന്ന് ഇന്ദിരയോട് പറയണം. ഞാൻ തലകുലുക്കി എന്ന് തോന്നുന്നു. തല കുമ്പിട്ട് പുറത്തിറങ്ങിയപ്പോൾ കണ്ണുനീർ തിങ്ങി കാഴ്ച മറഞ്ഞിരുന്നു. എൻ്റെ ഹൃദയം കിതയ്ക്കുന്നതും വിതുമ്പുന്നതും ഞാൻ അറിയുന്നു. അവരുടെ സ്നേഹത്തിനുമേൽ വിധിയുടെ വിളയാട്ടം എത്ര ക്രൂരമായിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത്. നിരന്തരം തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന് മുൻപിലേക്ക് വീണ്ടും കീഴടക്കാൻ വേണ്ടി അയാളെ വിട്ടുകൊടുത്ത് പടിയിറങ്ങാൻ മനസ്സു മടിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം പൂർത്തിയാക്കണമെന്നെനിക്കുണ്ട്. ഒരു വേള അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോരണമെന്നും ആഗ്രഹിച്ചു പോകുന്നു. അവർ ഒന്നിക്കുന്നത് കാണാൻ പ്രകൃതി പോലും കാത്തു നിൽക്കുകയാണോ എന്ന് തോന്നിക്കും വിധം മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങി. ഇത് വേനൽക്കാലത്തെ കുളിർമഴയാണ്. പക്ഷേ എനിക്ക് അയാളോട് പറയാൻ കഴിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പുലർച്ചെ അമ്മ അടുക്കളയുടെ വെറും നിലത്ത് മരിച്ചു കിടക്കുകയായിരുന്നു എന്ന്. നഷ്ടവസന്തം. സുബി സൂസൻ സ്വന്തം കഥ വായിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ഇമ്മാനുവൽ മെറ്റിൽസിൻ്റെ കവിതകൾ. ഇന്ന് പിരിഞ്ഞു പോകുന്ന കുട്ടികൾ. ഇന്ന് പിരിഞ്ഞു പോകുന്ന കുട്ടികൾ ഭൂമിയുടെ കൈവിരലുകൾ വിട്ടുവീഴുന്ന നിരസ്യതരായ വിത്തുകളാണ്. അവരുടെ കണ്ണുകളിൽ മാപ്പുകളില്ലാത്ത വഴികളുടെ കരകളിൽ യുദ്ധം പൂത്തുകായ്ക്കുന്നു. ഒരു സൈറൺ മുഴങ്ങുമ്പോൾ അവരുടെ ശബ്ദം അകത്തേക്ക്, മതിലുകൾക്കുള്ളിലേക്ക് മാത്രം പറക്കുന്ന പക്ഷികളെ പോലെ കുലുങ്ങി നിൽക്കുന്നു. അച്ഛന്മാർ പ്രതീക്ഷയുടെ നിഴലുകളായി വാതിലുകളിൽ ശേഷിക്കുന്നു. കളിപ്പാട്ടങ്ങൾ മണ്ണിനടിയിൽ വീണ്ടും കുരുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബോംബുകളുടെ ശബ്ദങ്ങൾ ആകാശത്തു നിന്നും പുറപ്പെട്ട് ഭയത്തിൻ്റെ അക്ഷരമാല പഠിപ്പിക്കുന്നു. വിശപ്പ് മരിക്കുകയും ഉത്കണ്ഠയുടെ ബലിക്കല്ലിൽ ജീവിതം മരണത്തോട് സംവദിക്കുകയും ചെയ്യുമ്പോൾ ഇന്നു പട്ടുപോയ കുട്ടികൾ വായുവിൽ അവരുടെ ഓർമ്മകൾ എഴുതി വയ്ക്കുന്നു. ഊഞ്ഞാൽ പാട്ടുകൾ മണക്കുന്ന സന്ധ്യകൾ ഇപ്പോൾ പൊടിയും ഇരുമ്പും മണക്കുന്നു. കുട്ടികൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. മുകളിൽ വെടിമരുന്നും മരണവും തണലു തീർക്കുന്നു. പള്ളിക്കൂടം പട്ടടയെന്ന് പേരുമാറ്റത്തിന് അപേക്ഷ വയ്ക്കുന്നു. നാളത്തേക്ക് യുദ്ധസ്മാരകമാകാൻ റിഹേഴ്സൽ ആലോചിച്ചു വിയർക്കുന്നു. സമയം അവരെ പിടിച്ചെടുക്കുമോ എന്ന ആശങ്കയിൽ ചെരുപ്പുകൾ അതിരുകൾ കണക്കാക്കുന്നു. ആകാശം കൈമോശം വന്ന പകൽ കുട്ടികളുടെ ചോരയിൽ തനിക്കും പങ്കില്ലെന്ന് കൈ കഴുകുന്നു. നക്ഷത്രങ്ങൾ കെടുത്തിവെക്കുക. വിളക്കുകൾ സംയോജിത രേഖകളിൽ നിന്നു നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട്. മഴ പോലും ഇപ്പോൾ ചോദിച്ചു വരുന്നു, ഇവിടെ പൊഴിയാൻ അനുമതിയുണ്ടോ? യുദ്ധമൂകമാണല്ലോ. മഴയ്ക്കും മാനഭംഗം ഭയക്കേണ്ടതുണ്ട്. ഇന്ന് പുറപ്പെട്ടു പോയ കുഞ്ഞുങ്ങളിൽ ഒരാൾ പിന്നിലായി. അവനെ വിളിക്കാൻ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പേര് വിളിക്കുന്നത് ഇപ്പോൾ അപകടമാണ്. പേരുകൾ മരണം കൊത്തിവെച്ച ഉത്തരവുകളാണ്. പേടി അവശ്യ വസ്തുവാണിപ്പോൾ. പാഠപുസ്തകങ്ങൾ കൈകളിൽ നിന്നു ചാരമായി മാറുമ്പോൾ മരണം പുതിയ സിലബസ് ആകുന്നു. ശ്വാസത്തിൽ, നോക്കുകളിൽ ക്രൗര്യത്തിൻ്റെ ത്രികോണ ജ്യാമിതി. രാത്രി അവരെ കൂട്ടത്തോടെ അന്തമില്ലാത്ത ഉറക്കത്തിലേക്ക് നയിക്കുന്നു. ചിലരെ മാത്രം വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു.
മരിച്ചവർ ശേഷിക്കുന്നവരിൽ ജീവിക്കുകയും ജീവിക്കുന്നവർ മണ്ണിൻ്റെ ഓർമ്മകളെ യുദ്ധത്തിന് മുന്നേ ഭൂമിയിൽ എഴുതി വയ്ക്കുകയും ചെയ്യുന്നു. ഒറ്റപ്പെടൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പോലെ ചെറിയ ഇടവേളകളിൽ മരണം വന്നു പോകുന്ന പ്ലാറ്റ്ഫോം. ശ്വാസത്തിനിടയിൽ തൂങ്ങി നിൽക്കുന്ന കൊതികളിൽ കുട്ടികൾ നാളെ എന്ന ലേബൽ ഒട്ടിക്കുന്നു. എനിക്കെന്ന് ഓരോരുത്തരും തിരക്കുകൂട്ടുന്നു. പട്ടണങ്ങൾ കരയാനൊരു കുരൽ കാറ്റിനോട് കടമെടുക്കുന്നു. പകൽ ഒളിമുറികൾ തുറക്കുന്നു. അമ്മമാർ തിരിച്ചറിവിൻ്റെ അടുപ്പുകല്ലുകളിൽ മക്കളേ എന്നാർത്ത് മറവിയുടെ വിശപ്പിന് മൗനത്തിൻ്റെ പുളിപ്പില്ലാത്ത അപ്പം ചുടുന്നു. അച്ഛന്മാർ വാക്കുകൾ നാവു പൊള്ളാതെ വിഴുങ്ങുന്നു. ജനിതക വാടത്തിലൊരു കുഞ്ഞ് മണ്ണിൻ്റെ വൃത്തം വരയ്ക്കുന്നു. വീടുകളെന്ന് വിളിക്കരുത്. അവ നാളുകളിൽ കുട്ടികളുടെ യുദ്ധസ്മാരകങ്ങളാണ്. ഇളം പിങ്കും മഞ്ഞയും ഉടുപ്പുകളിട്ട പെൺകുട്ടികൾ മുടിയിൽ ചൂടിയ ബോകളിൽ മഴവില്ല് ഞാത്തിയിട്ട ചിരിക്കിടയിൽ വെള്ള ലില്ലിപ്പൂക്കളും ചെറിപ്പഴങ്ങളുടെ ചുവപ്പും തൂക്കിയിട്ട് നിൽക്കേണ്ട ഇടങ്ങൾ. സ്മാരകങ്ങളിൽ കുട്ടികൾ കരയാറില്ല. വെളുത്ത പൂക്കൾക്കിടയിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയേയുള്ളൂ. എന്നിട്ടും ഇന്ന് പിരിഞ്ഞു പോകുന്ന കുട്ടികൾ പോകുന്നതിലല്ല. ചിലർ മരണത്തിനു ചുറ്റും മധുരമിഠായിക്ക് മുൻപിൽ എന്ന പോലെ നമുക്കിടയിൽ നടവഴികളിൽ ചുറ്റിപ്പറ്റുന്നു. നമ്മുടെ ഉറക്കത്തിലേക്കവർ കൂടി വന്നു നിൽക്കുന്നു. നമ്മൾ മരണത്തിലേക്ക് പിരിച്ചുവിട്ട കുട്ടികൾ. ഇന്നു നമ്മൾ ഉറങ്ങുക. കിളികളെ, നിങ്ങളും ഇന്നത്തേക്ക് പിരിഞ്ഞു പോകുക. നാളെ അവരെ തിരിച്ചു വിളിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഭാഷ കണ്ടെത്തേണ്ടതുണ്ട്. ഒരീസം വരണേ, പിരിഞ്ഞുപോയവരെ ഒരീസം വരണേ. തിരിഞ്ഞു നോക്കാൻ സമയം പോലും ഭയപ്പെടുന്ന ഈ കാലത്തിലേക്ക്. ചെരുപ്പിനടിയിൽ വഴികൾ മാത്രമല്ല, മുൻപേ പോയവരുടെ ശബ്ദവും പിൻവരാനുള്ളവരുടെ ഛായാചിത്രങ്ങളും ഒളിഞ്ഞുകിടക്കും ഇക്കാലത്തിലേക്ക്. ഒന്നും ഒരു വാർത്തയല്ലാത്ത വിലക്കുകളുടെ കൊളുത്തൂരിക്കിടക്കും ഈ നിസ്സഹായ കാലത്തിലേക്ക് നിങ്ങളൊരീസം വാതിൽ തുറക്കാൻ ഓടിയിറങ്ങി വരണേ. ഒരു നിമിഷം ഇവിടെ നിൽക്കണേ. മൗനങ്ങൾ വിശപ്പിൻ ചൂടിൽ അർത്ഥം കണ്ടെത്തി അഴലുകൾ തോരാനിട്ട അയക്കോലുപോലെ ഓർമ്മകൾ നീളുമ്പോൾ മറ്റൊരീസം വരണേ. നിഴലുകൾ കനപ്പെട്ട വൈകുന്നേരങ്ങളെ ഇരുൾ നീളെ പിടിച്ചുലയ്ക്കുമ്പോൾ സമയം ഒരു പൊതു കിണറെന്ന് വെച്ചെല്ലാവരും വന്ന് ഓരോരുത്തരും ദാഹം സ്വന്തം പാത്രത്തിൽ അളന്നു. ചിലർ വെള്ളം കലക്കി, ചിലർ സ്വപ്നം കഴുകി, ചിലർ മുകളിലേക്ക് നോക്കി കയറിൻ്റെ അറ്റം ദൈവമാണെന്ന് വിശ്വസിച്ചു. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ മുഖം ഒളിപ്പിച്ച് നടക്കാൻ നഗരങ്ങൾ ഗ്രാമങ്ങൾ പഠിപ്പിക്കുന്ന കാലത്തിലേക്ക് ഒരീസം കൂടി വരണേ. കണ്ണിൽ കണ്ണുകൊരു തൂയൽ കളിക്കാൻ നാം പറഞ്ഞറിയാത്ത മറക്കേണ്ടി വരാത്ത വാക്കുകൾ ഇന്നും കാത്തു നിൽക്കുന്നു. ബസ് സ്റ്റോപ്പുകളിൽ, പടിവാതിലുകളിൽ, വിട പറയാത്ത കൈകളിൽ. ഓർമ്മകൾക്ക് വിലയില്ല, പക്ഷേ നഷ്ടങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. ഒരീസം വരണേ തോൽവികളെ പേരിട്ട് വിളിക്കാൻ, ക്ഷമയെ കൈപിടിച്ച് നടത്താൻ, ശേഷിക്കുന്നതിനെ സ്നേഹിക്കാൻ, മനുഷ്യനായി വീണ്ടും തുടങ്ങാൻ. ഒരു പോളിമാത്ത് പ്രണയം. ഞാൻ വരാഹമിഹിരൻ എന്നൊരു പോളോനുമായി പ്രണയത്തിലാണ്. അവൻ പുഴയുടെ കൈവഴികളുടെ ആഴത്തിലൊന്നിൽ തുടിക്കുന്ന പ്രണയമീനാണ്. ഒഴിവുകാലങ്ങളിൽ കടവിൽ കലക്കലില്ലാത്ത വെള്ളത്തിൽ കാലുനീട്ടിയിരിക്കുമ്പോൾ അവൻ എൻ്റെ കാലിൽ നെടുകയും കുറുകയും പ്രേമലിഖിതങ്ങളുടെ പിക്ടോറിയൽ സ്ക്രിപ്റ്റുകളിൽ തൻ്റെ പ്രണയച്ചെതുമ്പൽ പാടുകൾ നിറയ്ക്കും. പുഴയുടെ കൈവഴികളുടെ നീലശ്വാസം ചേറിൽ പൂണ്ടുരയുന്ന നട്ടുച്ചയനക്കങ്ങളിൽ ഞാൻ ഒഴിഞ്ഞ കാലുകൾ വെള്ളത്തിലാഴ്ത്തുമ്പോൾ കാലത്ത് കേട്ടിട്ടില്ലാത്തൊരു ഭാഷയിൽ വരാഹമിഹിരൻ എന്ന പോളോൻ എന്നെ വായിച്ചെടുക്കുന്നു. അവൻ തടവു നീളുന്ന ജലശലഭം. ഒഴുക്കുകളുടെ ഭിത്തിയിൽ പ്രണയത്തിൻ്റെ രഹസ്യലിപി എൻ്റെ തൊലിയിൽ കുത്തുന്ന പ്രണയച്ചെത്തുളി മൂർച്ച. അവൻ തടവു നീളുന്ന ജലശലഭം. ഒഴുക്കുകളുടെ ഭിത്തിയിൽ പ്രണയത്തിൻ്റെ രഹസ്യലിപി എൻ്റെ തൊലിയിൽ കൊത്തുന്ന പ്രണയച്ചെത്തുളി മൂർച്ച. വെള്ളത്തിൻ്റെ നന്മയെത്രയും നേർപ്പിച്ച ഇലനിഴൽ പേജുകളിൽ അവൻ്റെ ചെറിയ ചിറകിൻ്റെ പിങ്കുകൾ ചേർത്ത് എൻ്റെ കാലിൽ കുറുകയും നെടുകയും പോയി വരുമ്പോൾ ഞാൻ രാഗസാക്ഷരയാകുന്നു. ജലം പോലും മായ്ക്കാത്ത പിക്ടോറിയൽ പ്രണയലിപികളിൽ അവൻ നാളെകളുടെ ചൂണ്ടൽ ചിത്രങ്ങൾ ചേർക്കുന്നു. ജലം പോലും മായ്ക്കാത്ത പിക്ടോറിയൽ പ്രണയലിപികളിൽ അവൻ നാളെകളുടെ ചൂണ്ടൽ ചിത്രങ്ങൾ ചേർക്കുന്നു. വെള്ളത്തിൽ ഉണരുന്ന ചുഴികളുടെ ശബ്ദത്തിൽ എൻ്റെ ഹൃദയം ചിരിക്കുന്നു.
വരാഹമിഹിരൻ അവൻ്റെ ഉടലിൻ്റെ രാത്രിയിൽ നക്ഷത്രങ്ങളുടെ ജനനമരണ കണക്കുകൾ കണ്ടെത്തുന്നു. ജലത്തിൻ്റെ ഹൃദയത്തിൽ മീനിൻ്റെ കൈയെഴുത്തിൽ എനിക്കായി മാത്രം സംരക്ഷിച്ചു വച്ചിരിക്കുന്നൊരു രഹസ്യ കൂട്ടുകളിൽ അവനൊരു പുതിയ പഞ്ചസിദ്ധാന്തിക ഇന്നലേക്കായി കുറിച്ചു വെച്ച തുകൽ ചുരുളായി ഞാൻ എന്നെ ചുരുട്ടുന്നു. അല്ലെങ്കിലും ഒരു പോളിമാത്ത് മത്സ്യത്തിൻ്റെ പ്രണയത്തിന് നക്ഷത്രങ്ങളുടെ മണമല്ലാതെ മറ്റെന്താണ്? അല്ലെങ്കിലും ഒരു പോളിമാത്ത് മത്സ്യത്തിൻ്റെ പ്രണയത്തിന് നക്ഷത്രങ്ങളുടെ മണമല്ലാതെ മറ്റെന്താണ്? ഇമ്മാനുവേൽ മെറ്റിൽസ് കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു. നിർവഹണം പ്രീതി ജോസഫ്. സഹകരണം സുനിത വിശ്വൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം. സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി